Hello, good morning all. Good morning. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് ഷഹന മാം ആണ്. മാം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, തെറാപ്പിസ്റ്റ് ആണ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. UAE നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. മാമിന് സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടെ വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ഹലോ, ചെയ്യാം ഗുഡ് മാം. മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. Good morning. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിജയത്തെക്കുറിച്ചല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാതയിലേക്ക് നമ്മളെ തടയുന്ന 30 വില്ലന്മാരെ കുറിച്ചാണ്. പരാജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവയെ തുരത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പലരും ഒരുപാട് വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് 98% ആളുകളും പരാജയപ്പെടുന്നത്? അത് നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ വൈകുന്നത് പുറം ലോകത്തെ തടസ്സങ്ങൾ കൊണ്ടാണോ, അതോ നിങ്ങളിൽ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഒരു ശത്രുവിനെ കൊണ്ടാണോ എന്ന് നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കാരണങ്ങൾ നമുക്ക് ആക്ച്വലി 4ആയി ഡിവൈഡ് ചെയ്യാം. ഫൗണ്ടേഷൻ ഓഫ് ഫെയിലിയേഴ്സും, പിന്നെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, പിന്നെ ചോയ്സ് ആൻഡ് ക്യാരക്ടർ, പിന്നെ സോഷ്യൽ പ്രൊഫഷണൽ പിറ്റ്ഫോൾസ്. ഫൗണ്ടേഷൻ ഓഫ് ഫെയിലിയറിൽ അതാണ് പരാജയത്തിന്റെ അടിത്തറ. അതിൽ വരുന്നതാണ് അനുകൂല്യമല്ലാത്ത പാരമ്പര്യം. ഇപ്പം നമ്മളൊരു വീട്ടിൽ ജനിക്കുന്നത് നമ്മുടെ തീരുമാനം കൊണ്ടല്ല, മറിച്ച് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം, അല്ലെങ്കിൽ ശാരീരികമായ വൈകല്യങ്ങൾ, ഇതെല്ലാം ഒരു പരിധി വരെ ഒരു ലക്ഷ്യത്തിലെത്താൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഒരു വൈകല്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് കുറച്ച് അധികം കഷ്ടപ്പെടേണ്ടി വരും, സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് വരണം. നമ്മള് ഈ സ്റ്റീഫൻ ഹോക്കിൻസും ഹെലൻ കില്ലർ പോലത്തെ ആളുകളൊക്കെ അതിനെ മറികടന്ന് വിജയത്തിലേക്ക് എത്താൻ അവർ ഒരുപാട് കഠിനാധ്വാനത്തിലൂടെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. പക്ഷെ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈകല്യങ്ങളും അസുഖങ്ങളും ഉള്ള ഒരാൾക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്ത ഒരാൾ, ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് പർപ്പസ് ഇല്ലാത്ത ഒരാൾക്ക് എന്താണ്, ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത ഒരാൾ ശരിക്കും പറഞ്ഞാൽ കാറ്റിൽ പറക്കുന്ന കരിയില പോലെയാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പോകേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പൊ അത്രയും സമയം അയാൾ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഞാൻ എന്തായി തീരണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് വർക്ക് ചെയ്യാനും അതിലേക്ക് പ്രയത്നിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. ലാക്ക് ഓഫ് അംബിഷൻ, അതായത് സാധാരണ നിലവാരത്തിന് മുകളിൽ ഉയരാനുള്ള ആഗ്രഹമില്ലായ്മ. അതായത് എങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ആ ഒരു ചിന്താഗതി ഉള്ള ആളുകളാണെങ്കിൽ എന്താണ്, അവർക്ക് ഉയരാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനോട് തന്നെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ട് പോകും. കാരണം എനിക്ക് കമ്പ്യൂട്ടറും AI ഒന്നും അറിയണ്ട എന്നുള്ള രീതിയിലാണ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും പുറകോട്ടേക്ക് പോവുകയാണ്. നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. ലോകം മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കും അവരോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇൻസഫിഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇവിടെ കോളേജ് ഡിഗ്രിയോ PhD ഒന്നും അല്ല കാര്യം. ഒരുവിധം ലോകത്തിലെ എല്ലാ സമ്പന്നന്മാരെ എടുത്തു നോക്കും, വിജയിച്ച ആളുകളെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. പക്ഷെ അവർ സെൽഫ് ലേണിംഗ് നിർത്തിയിട്ടില്ല. അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാനും പ്രാക്ടിക്കൽ നോളേജ് വെച്ചിട്ട് അവരെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ്
ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുറെ PhD ഉണ്ടായിട്ട് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഒരു കഴിവില്ലെങ്കിൽ പിന്നെ അതിലിപ്പോ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഏതൊരു സാഹചര്യത്തെയും നേരിടാനും ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവും പിന്നെ നേരായ വഴിക്ക് പോകാനുള്ള അത്തരം സെൽഫ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. സെൽഫ് എഡ്യൂക്കേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മറ്റേ പ്രാക്ടിക്കൽ നോളജും വേണം, വേണ്ടെന്നല്ല, വേണം. അതിനൊപ്പം ഇതാണ് സെൽഫ് ലേണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ ലാക്ക് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ അടിമയായി മാറിത്തീരും. അതായത് ആഹാരം, ഉറക്കം, വ്യായാമം, വിനോദം, ഇതിനൊക്കെ നമുക്ക് ഒരു നിയന്ത്രണം വേണം. നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിക്കണം. അല്ലാതെ വേറൊരാൾ വന്നിട്ട് ഇത്ര കഴിച്ചാൽ മതി എന്ന് പറയാനില്ല. നമുക്ക് ഇപ്പം എത്ര ഭക്ഷണം കിട്ടിയാലും നമുക്കതിനനുസരിച്ചിട്ട് നമ്മുടെ ഇതാണ് നമ്മുടെ ആരോഗ്യമാണ്, അതിന് ഞാൻ ഹെൽത്തി ആയിട്ട് രീതിയിൽ കൊണ്ടുപോകണം. നമ്മുടെ ഉറക്കം, ഇത്ര സമയം ഉറങ്ങിയെന്ന് ഞാൻ ഉറപ്പുവരുത്തണം. നമ്മുടെ വിനോദങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കും, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കണം, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് തന്നെ വേണം. ആ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ എന്താണ് പിന്നെ ഇങ്ങനെ ഒരു വരുന്ന പോലുള്ള ഒരു ജീവിതമായി മാറും. ആദ്യം നമ്മൾ സ്വയം കീഴടക്കണം, എന്നെങ്കിലേ നമുക്ക് ലോകം കീഴടക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മോശമായ ആരോഗ്യം. എത്ര ഇതുണ്ടെങ്കിലും, എത്ര മനസ്സിന് ഇതുണ്ടെങ്കിലും, ശക്തിയുണ്ട്, നേടണം, അങ്ങനെ ആരോഗ്യം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആരോഗ്യമില്ലാത്ത ആൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അമിതമായി ഭക്ഷണം കഴിക്കുക, വ്യായാമമില്ലായ്മ, തെറ്റായ ശ്വസന രീതി, ഇതെല്ലാം ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. രോഗാതുരമായ ഒരു ശരീരത്തിൽ ശക്തമായ ഒരു മനസ്സുണ്ടാകില്ല. ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അതായത് ആൾക്ക് ക്യാൻസർ ആയിരുന്നു. അത് പറഞ്ഞില്ല. കുറേ നാള് ഈ ഒരു മെന്റൽ ഹെൽത്ത് കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തി മൂപ്പർ. എല്ലാരോടും ഒരു ദേഷ്യത്തിലും ഒക്കെയാണ് പെരുമാറുന്നത്. കാരണം എന്താ, ആരോഗ്യപരമായിട്ട് ഈ വേദന സഹിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പം പുറമേ ഉള്ളവർ വിചാരിക്കും ഇതെന്താ ഇതിന്റെ സ്വഭാവം ഇങ്ങനെ പ്രായമാവുന്നത് കൊണ്ട് മാറുന്നതാണോ. അതായത് ഫിസിക്കൽ ഹെൽത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ അന്നേരം മെന്റൽ ഹെൽത്തും നഷ്ടപ്പെടുകയാണ്. അത് ആദ്യം ക്ലിയർ ചെയ്യണം. നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് ഫിക്സ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ വേഗം ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുത്ത് എങ്കിൽ മാത്രമേ ഒരു സ്ട്രോങ് ആയിട്ട് മെന്റൽ ഹെൽത്ത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതങ്ങനെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ആണെങ്കിൽ ആ ഒരു അസുഖം നമുക്ക് ആ ഒരു അസുഖം കാരണം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. പിന്നെ കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, അതായത് അൺഫേവറബിൾ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്, അതൊക്കെ നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കുന്നു എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന ഒന്നല്ല. അത് ദൈവമായിട്ട് നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അതിൽ ഇപ്പം മോശമായ ഒരു ഫാമിലി, അതായത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നെഗറ്റീവ് പറയുന്ന പാരൻസ്, അവരുടെയൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ഫാമിലിയിലാണെങ്കിൽ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസും എസ്റ്റീമും ഒക്കെ കുറയും. പക്ഷെ അതിൽ തട്ടിത്തടഞ്ഞു കളിക്കാതെ, അതിൽ വിഷമിച്ചിരിക്കാതെ നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങളത് ആ ഒരു ഓർമ്മയിൽ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ ഈ ഒരു ഫാമിലി ജനിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്ന് അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കാതെ നമ്മൾ കഠിനാധ്വാനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും നമ്മൾ മുന്നോട്ട് പോകാൻ വേണം. അതായത് നിങ്ങളുടെ കുട്ടിക്കാലം നിങ്ങളുടെ തെറ്റല്ല, പക്ഷെ ആ ഓർമ്മകളിൽ തട്ടിത്തടഞ്ഞ് പരാജയപ്പെടുന്നത് നിങ്ങളുടെ തെറ്റാണ്. പഴയ മോശം സാഹചര്യങ്ങളെ വിട്ട് പുതിയ നല്ല സൗഹൃദങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ മോശം സാഹചര്യത്തിലായി പോയല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ, ഒന്നിനും ബ്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മോശം സാഹചര്യത്തിൽ ജനിക്കണത് നിങ്ങളെ ചിലപ്പോൾ സ്ട്രോങ് ആക്കാനായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടിയും കഠിനാധ്വാനത്തിലൂടെ അതിനെ മറികടക്കണം. അല്ലാതെ ആ ഒരു ഓർമ്മകളിൽ തട്ടിത്തടഞ്ഞ് നമ്മുടെ ലൈഫ് കളയാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് ഫെയിലിയേഴ്സ്. ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഫസ്റ്റത്തെ. പിന്നെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്.
സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഈ പറയാൻ പോകുന്ന 8 പോയിന്റ്സ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും ആന്തരികമായ ശത്രുക്കളാണ്. ഈ പറയാൻ പോകുന്ന 4 പോയിന്റ്സ്. ഫസ്റ്റ് ആണ് പ്രൊക്രാസ്റ്റിനേഷൻ. പ്രൊക്രാസ്റ്റിനേഷന് നമുക്ക് എല്ലാവർക്കും അറിയാം, നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആവട്ടെ, നാളെ ചെയ്യാം, അങ്ങനെ ഒരു നാളെ ഇല്ല. ഇന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് അത് തന്നെ ഉള്ളൂ. അപ്പം ഈ നീട്ടിവെക്കുന്ന സ്വഭാവം ശരിക്കും പറഞ്ഞാൽ അതൊരു സമയത്തിന്റെ കള്ളൻ എന്ന് വേണമെങ്കിൽ അതിന് പറയാം. നാളെ ആവട്ടെ അല്ലെങ്കിൽ ശരിയായ സമയം വരട്ടെ എന്ന് കരുതിയിരിക്കുന്നത് പരാജയത്തിന്റെ പ്രധാന കാരണമാണ്. ശരിയായ സമയം ഒരിക്കലും വരില്ല. എങ്കിൽ ഞാനൊരു കുറച്ച് നാളെ തുടങ്ങാം അല്ലെങ്കിൽ നാളെ പഠിച്ചു തുടങ്ങാം എന്നിങ്ങനെ വിചാരിച്ചാൽ അതിങ്ങനെ നീണ്ടു പോവുകയുള്ളൂ. നിങ്ങൾ ഉള്ള സാഹചര്യത്തിൽ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നുകൊണ്ടേയിരിക്കും, നമ്മളെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലാണ് അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് വരുള്ളൂ. അതായത് ഇപ്പം എന്താ ഇപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് ജോലിക്ക് പോകണമെന്ന് വെച്ചോ, ജോലിക്ക് പോകണമല്ലോ എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കണതിന് പകരം ഫസ്റ്റ് തന്നെ ആ ഒരു സ്റ്റെപ്പ് എടുക്കുക, ഇവിടുന്ന് എഴുന്നേക്കുക, എന്നിട്ട് പോയി റെഡി ആവുക. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എടുത്താൽ പിന്നെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ വരിക. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ് നമുക്ക് എപ്പോഴും മടി ഉണ്ടാവില്ല. നാളെ ആവാം, നാളെ പോവാം, ഇന്നൊക്കെ വയ്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരും. ഇപ്പൊ ഇന്നിപ്പോ വർക്കൗട്ടിന് പോകണം അല്ലെങ്കിൽ നടക്കാൻ പോകണം എന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം പോയിട്ട് ആ ഡ്രസ്സ് മാറുക, അതാണ് ഫസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഫസ്റ്റ് എന്താണോ ചെയ്യണത് അത് പിന്നെ കണക്ട് ചെയ്ത് അങ്ങനെ പോയിക്കോളും. അങ്ങനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ്, അതായത് സ്ഥിരോത്സാഹത്തിന്റെ കുറവ്. അതായത് എന്ത് കാര്യം നമുക്ക് തുടങ്ങാൻ ഭയങ്കര ഉത്സാഹം ഉണ്ടായിരിക്കും ചിലപ്പോൾ, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം ഇപ്പോൾ ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് ഫസ്റ്റ് എക്സാം തോൽക്കുമ്പോൾ തന്നെ ഞാൻ അന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന്. അവിടുന്ന് പിന്നെ പോകുന്നു, പിന്നെ ആ ഒരു വഴിക്ക് പോവില്ല. അത് പാടില്ല. നമ്മൾ പരാജയം എന്നത് താൽക്കാലികമായ ഒരു തടസ്സം മാത്രമാണ്. അത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് കരുതാൻ ആ ഒരു മനസ്സുണ്ടാവണം. വീണ്ടും ട്രൈ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. ഒരു ഫസ്റ്റ് ബിസിനസ് പൊളിയുമ്പോഴത്തേനും ബിസിനസ് എനിക്ക് പറ്റിയ പണിയില്ല എന്നുള്ള രീതിയിൽ അവിടുന്ന് തിരിച്ചു പോരാതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആ ഉള്ളിൽ ആ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തും. പിന്നെ നെഗറ്റീവ് പേഴ്സണാലിറ്റി മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്കില്ലെങ്കിൽ എന്താണ്, നമ്മൾ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയി എത്തില്ല. കാരണം നമ്മൾ ആദ്യം നമ്മളിലേക്ക് തന്നെ നോക്കണം. ഞാൻ എന്താണ് ആക്ച്വലി, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് എന്തായി, കുട്ടികളൊന്നും ആയില്ല അല്ലേ, അല്ലെങ്കിൽ വാർത്തല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് നമ്മൾ പറയണത് എന്താണ് നമ്മൾ തന്നെ നോക്കുക. അല്ലെങ്കിൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ എന്താ പോണേ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ പറയണം. നമ്മൾ ആദ്യം നമുക്ക് ചിലപ്പോൾ പാരൻസിൻ്റെ നിന്ന് കിട്ടിയ ഒരു ട്രൈറ്റ് ആയിരിക്കും എന്താണ് അങ്ങനെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വളർന്നത് വെച്ചാൽ നമ്മൾ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അത് നമ്മളൊന്ന് നിരീക്ഷിക്കുക. ഞാൻ ഇപ്പം എന്താ പറഞ്ഞേ, ഞാൻ ഇപ്പോൾ അയാളെ കണ്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ ആകെ മെലിഞ്ഞല്ലോ, ക്ഷീണിച്ചല്ലോ എന്നാണോ പറഞ്ഞത്, അല്ലെങ്കിൽ കുറെ നാളായി കണ്ടിട്ട് നല്ല സന്തോഷമായി എന്നാണോ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ക്ഷീണിച്ചല്ലോ എന്നൊക്കെയാണ് പറയണമെങ്കിൽ നമ്മളൊരു നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ തിരുത്തണം. നമ്മൾ ഡെലിബറേറ്റ്ലി അതിനെ തിരുത്തണം. ഫസ്റ്റ് നമ്മളൊരാളെ കാണുമ്പം എന്താണ് പറയണത് എന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിൽ ദേഷ്യം, അസൂയ അല്ലെങ്കിൽ സ്വാർത്ഥത അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സായിരിക്കും ഉണ്ടാവുക. അങ്ങനെ എന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ലാക്ക് ഓഫ് കൺട്രോൾഡ് സെക്ഷൽ ഏർജ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഞാനത് വായിച്ചപ്പം എനിക്കതൊരു പുതിയ ഒരു അറിവായിട്ട് തോന്നി. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് ലൈംഗികത എന്ന് പറയുന്നത്, സെക്ഷൽ ഇമോഷൻസ്. അപ്പൊ ഈ ഒരു ഇമോഷനെ നമ്മൾ പ്രോപ്പറായിട്ട് ചാനൽ ചെയ്തിട്ട് വിട്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സാധാരണ ഒരാൾ അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് തോമസ് എഡിസനും പിന്നെ ഒരുപാട് അത്ലറ്റ്സ് ഒക്കെ കുറച്ച് നാളത്തേക്ക് ഇത്തരം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിനെ അവരുടെ
ലക്ഷ്യത്തിലേക്ക് വിടും. അതായത് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഈ സെക്ഷൽ എർജ് എന്ന് പറയുന്നത്. അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരാണ് ഈ വഴിവിട്ട ബന്ധങ്ങളിലും പോയി പിന്നീട് ആകെ പ്രശ്നങ്ങളായിട്ട് ഒക്കെ തീരുന്നത്. അപ്പൊ അത്തരം വികാരങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ആ ഒരു എനർജീനെ ചാനലൈസ് ചെയ്ത് വിടണം. ഒരുപാട് ആളുകൾ വഴിവിട്ട ബന്ധങ്ങളിലൊക്കെ പോയിട്ട് കുറെ പ്രശ്നങ്ങളിലൊക്കെ ചെന്നുപെടും. പിന്നീട് അത് ഓർത്ത് മനം പോയിട്ട് വിഷമിച്ചിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത് ഒരു സെൽഫ് കൺട്രോളാണ്. ഇത്തരം ഫീലിങ്സിനെ നമ്മൾ പ്രോപ്പറായിട്ട് ചാനൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇമാജിനേഷനും ഇന്തൂസിയാസവും, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു നോർമൽ ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയാണ്. അതായത് ഒരു പെണ്ണിനെ കണ്ട് കാണുമ്പോഴത്തേനും അതിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന അത്തരം ആളുകൾ ഒരിക്കലും അട്രാക്റ്റീവ് ആയിരിക്കില്ല. അതായത് അത്തരം ഫീലിങ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ചാനൽ ചെയ്ത് വേറെ അയാളുടെ ബിസിനസ്സോ അയാളുടെ കരിയറോ എന്തെങ്കിലും അതിലേക്ക് ആ ഒരു ഫീലിങ്സിനെ ചാനലൈസ് ചെയ്താൽ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് അവിടെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ഇതിന്റെ പിന്നാലെ അങ്ങനത്തെ ആളുകൾക്ക് മാഗ്നറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾക്കാണ് ആ ഒരു കരിസ്മ ഉണ്ടാവുക. അതായത് അത്ര ഓറ ഇവർക്കാണ് ഉണ്ടാവുക. അല്ലാതെ അതിന്റെ പിന്നാലെ പോയി പിന്നെ അങ്ങനെ അത്തരം വടക്ക് സ്വഭാവത്തിലേക്ക് നീങ്ങാതെ നമ്മുടെ കരിയർ നമ്മുടെ ബിസിനസ്സിലേക്ക് ആ ഒരു ഫീലിങ്സിനെ ചാനൽ ചെയ്ത് വിടണം. അത് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ആളുകൾ സാധാരണ ഇത്തരം ഫീലിങ്സ് വരുമ്പോൾ അതിന്റെ പുറകെയാണ് പോകുന്നത്. ആ ഒരു ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് പിന്നീട് നാണം കെട്ട് പോവുകയാണ്. പക്ഷെ ആ ഒരു ഫീലിങ്സ് ശരിക്കും പറഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് ചാനൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ അൺകൺട്രോൾഡ് ഡിസയർ, അനിയന്ത്രിതമായ മോഹങ്ങൾ, അതായത് പ്രയത്നമൊന്നുമില്ലാതെ പെട്ടെന്ന് പണക്കാരനാവണം, ഒരു ലോട്ടറി ഇടുക, അല്ലെങ്കിൽ ചൂതാട്ടം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് പണിയൊന്നും എടുക്കണ്ട, ലോട്ടറി എടുത്തിട്ട് പണക്കാരാവണം, അങ്ങനത്തെ ഒക്കെ ഉള്ളത്. പക്ഷെ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മൾ പണിയെടുത്തിട്ട് ലോകത്ത് സൗജന്യമായിട്ട് ഇപ്പോൾ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ചില ആളുകൾ ലോട്ടറിയിൽ അഡിക്റ്റഡ് ആവും. പൈസ ഉണ്ടാക്കാലോ, ഇങ്ങനെ ലോട്ടറി അടിച്ചാൽ മതി. ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ വീട്ടിൽ ഒരുവിധം സ്ഥലം മൊത്തം ഈ ലോട്ടറി ടിക്കറ്റാണ്. അയാൾ തന്നെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ലോട്ടറി ആരും എടുത്തിട്ട് അതിൽ അഡിക്റ്റഡ് ആവരുത്. കാരണം അത് നമ്മുടെ ലൈഫിനെ നശിപ്പിച്ച് കളയുന്ന ഒന്നാണ്. കാരണം അയാളൊന്നും സമ്പാദിച്ചില്ല, അയാൾ കൂടുതലും എന്നിട്ട് ഇതുവരെ ഒരു ലോട്ടറി അടിച്ചിട്ടില്ല. അപ്പോൾ പണിയെടുക്കാൻ പോവുകയായിരുന്നെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കിയായിരുന്നു. ഈ ലോട്ടറി എടുത്തിട്ട് ലൈഫ് കളഞ്ഞു. അപ്പം അതാണ് നമ്മൾ പണിയെടുക്കാതെ നമുക്ക് പണക്കാരനാവാൻ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നെ ലാക്ക് ഓഫ് ഡിസിഷൻ പവർ, അതായത് നമ്മളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ഇതിനകത്ത് വരുന്നത് 2 പോയിന്റ്സ് ആണ്, വിന്നേഴ്സ് വേയും ഫെയിലിയേഴ്സ് വേയും. വിന്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡിസിഷൻ പെട്ടെന്ന് എടുക്കും, എന്നിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. എന്നിട്ട് ഒരു കാരണവശാലും അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ അതിൽ ചേഞ്ചസ് വരുത്തുള്ളൂ. അതേസമയം ഫെയിലേഴ്സ് കുറേ ആലോചിച്ച്, ഇപ്പൊ 2 സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ വെക്കണോ വീട് വെക്കണോ, ഇവിടെ വീട് വെക്കണോ, ഇവിടെ വീട് വെക്കണോ എന്ന് ആലോചിച്ചിട്ട് എന്താക്കും, കുറേ ടൈം അങ്ങനെ ഒരു 2-3 കൊല്ലം പോകും. എന്നിട്ട് ആരെങ്കിലും പറയാണ്, നീ എന്തിനാ അവിടെ എവിടെയെങ്കിലും സെറ്റിലായെന്ന് വെച്ചു. അപ്പൊ നീ എന്തിനാ അവിടെ വീട് വെച്ചത്, അപ്പൊ ആ സ്ഥലമായിരുന്നില്ല നല്ലത്, അവിടെ അതല്ലേ ഇതില്ലേ എന്ന് പറഞ്ഞാൽ അന്നേരം ഈ ഡിസിഷൻ മാറ്റി ഈ വീട് വിളിച്ച് അവിടെ വെച്ച് ഒരു തരത്തിലും ഒരു ഇതിലില്ല, ഒരു സ്ട്രോങ് ആയിട്ടൊരു സ്ഥലത്ത് നിൽക്കില്ല. അങ്ങനത്തെ ആളുകൾ ഫെയിലിയേഴ്സ് വേ ആണ്. മറ്റൊരാണെങ്കിൽ ഒരു കാര്യത്തിൽ തീരുമാനിച്ച് അതിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ മാക്സിമം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത് സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, വിന്നേഴ്സ് വേ. പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം ഇതൊന്നും നോക്കാതെ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഒരുവിധ ആളുകൾക്കൊന്നും ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്താ ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ ആഗ്രഹങ്ങളായിരിക്കും ഒരു ട്രിപ്പ് പോവുക, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുക എന്നൊക്കെ ഉള്ളത് അവരുടെ ആഗ്രഹിക്കും. പക്ഷെ ഫാമിലിയിൽ ആരും പോയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാൻ വലിയ പണക്കാരനായി. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയിലൂടെ ജീവിക്കുന്നവരായിരിക്കും കുറച്ച് പേര്.
കുറച്ച് പേര് എങ്ങനെയാന്ന് വെച്ചാൽ ഇനിയിപ്പോ ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇനി ഞാൻ വോട്ട് ചെയ്യാൻ എല്ലാവരും കൂടി എന്നെ കളിയാക്കും, അങ്ങനെ അത്തരം ചിന്തകളിലായിരിക്കും. പിന്നെ ചില ആളുകൾ അനാലിസിസ് ആൻഡ് പാരാലിസിസ് കുറെ ചിന്തിച്ച് വേണോ വേണ്ടേ എന്ന് ഒരു 2-3 കൊല്ലം അങ്ങനെ പോകും. അതൊക്കെ എന്താണ് ഈ ഫെയിലിയേഴ്സിന്റെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതിന്റെ ഇതാണ്. അപ്പൊ അതിനെങ്ങനെ നമ്മൾ മറികടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ഇറങ്ങുക. പിന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. പിന്നെ ഒരു സമയം നിശ്ചയിക്കുക. ഞാൻ ഇനിയിപ്പം കുറേ ആലോചിച്ചിരിക്കില്ല, 24 മണിക്കൂറിൽ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ഡിസൈഡ് ചെയ്യും. ഇപ്പം കോളേജ് ആണെങ്കിലും ഏതെങ്കിലും ഒരു കോളേജിന് ഡിസൈഡ് ചെയ്യും, ഞാൻ പഠിച്ചാൽ പോരെ. അങ്ങനെ ഇപ്പൊ കുറേ കോളേജ് ചിലപ്പോൾ ഈ +2 കഴിഞ്ഞ കുട്ടികൾക്ക് എവിടെ ഇപ്പോൾ ചേരുക, കുറേ കോളേജ് കിട്ടിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കോളേജിൽ ഡിസൈഡ് ചെയ്തിട്ട് അവിടെ കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ അത് സീക്രട്ടായിട്ട് വെക്കുക, അത് കഴിയണ വരെ. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പം അതിനായിട്ട് നല്ലത് കീപ് ഇറ്റ് സീക്രട്ട് ആൻഡ് ഇട്ട്. പിന്നെ സ്റ്റാർട്ട് ഫ്രം അത് പ്രാക്ടീസ് ചെയ്യുക. അതായത് മെയിൻ പ്രശ്നം പെണ്ണുങ്ങളുടെ ഒക്കെ ഏത് ഡ്രസ്സ് ഇടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കല്യാണം വന്നാൽ ഏത് ഡ്രസ്സ് ഇടും, അത്തരം സ്മോൾ ഡിസിഷൻസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കുക, എന്നിട്ട് റെഡിയായി പോവുക. അപ്പം പിന്നെ അതുപോലെ ഏത് ഫുഡ് ഉണ്ടാക്കും എന്നാലോചിച്ച് കുറേ നേരം ആലോചിച്ചിരിക്കുക, അത് ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ. അപ്പം അതൊക്കെ ഫസ്റ്റ് നമ്മൾ സ്മോൾ ഡിസിഷൻസ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യണം. പിന്നെ വരുന്നതാണ് 4 ബേസിക് ഫിയേഴ്സ്. ഏതൊക്കെയാണ് ആ 4 ബേസിക് ഫിയേഴ്സ്? ഒന്നാമത്തത് പോവർട്ടി. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പൈസ ചെലവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് പൈസ ഞാനിനി ഒരുപാട് ചെലവാക്കി ഇനി എനിക്ക് ദാരിദ്ര്യം വരുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അതല്ലാതെ എന്ത് വന്നാലും ഞാൻ ആവശ്യത്തിന് പൈസ ചെലവാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്രിറ്റിസിസം, അതൊരു ഫിയറാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഫിയർ. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഒരുവിധമൊന്നും അതില്ല. എൻ്റെ ഒരു ജനറേഷനിലുള്ളവർ വെറും അങ്ങനെ ജീവിച്ച് തീർത്തതാന്ന് തോന്നുന്നുണ്ട്. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ അതത്. പിന്നെ ഹെൽത്ത്, എപ്പോഴും ഒരു തലവേദന വരുമ്പോഴത്തേനും ട്യൂമറാണ് അല്ലെങ്കിൽ അത് ക്യാൻസറാണ്, ഇങ്ങനെ ഹെൽത്തിനെ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതാണ് അത്. പിന്നെ ലോസ് ഓഫ് ലവ്, അത് അനദർ ഫിയർ. അത് എൻ്റെ ഭർത്താവിനെ ഇട്ടിട്ട് പോവോ, എൻ്റെ ഭാര്യനെ ഇട്ടിട്ട് പോവോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടാവും. അതാണ് അത്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനതിന് പകരം അത് തകർക്കുകയാണ് ആക്ച്വലി. അവരുടെ ഇടയിൽ അപ്പം സംശയം, ജലസിയൊക്കെ വർദ്ധിക്കുകയാണ്. പിന്നെ ഒരുവിധ ആളുകൾക്ക് വരുന്നതാണ് ഓൾഡ് ഏജിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻ. അവരോട് പ്രായം ചോദിച്ചാൽ അവർ പറയുന്നില്ല, അവർക്ക് ടെൻഷനാണ്. ഇനി വയസ്സാവുകയാണ് എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ, മുടി നരച്ചാൽ ടെൻഷൻ, അങ്ങനത്തെ. പിന്നെ ഡെത്ത്, മരണത്തെക്കുറിച്ച് അവർ അങ്ങനെയെങ്കിൽ എന്തായാലും മരിക്കും, ഇനിയിപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല അവർക്ക്. അങ്ങനത്തെ ഒരു ഫിയർ ഉള്ള ആളുകളായിരിക്കും ഇത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെലക്ഷൻ ഓഫ് പാർട്ട്ണർ. നമ്മൾ ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പം അത് നല്ലതല്ലെങ്കിൽ പിന്നെ അവിടെ ആയിരിക്കും നമ്മുടെ എല്ലാ എനർജിയും തീർക്കുക. നമ്മൾ വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ പ്രൊഫഷണൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല. അത് ശരിക്കും അതിന്റെ കോൺസിക്വൻസ് എന്ന് വെച്ചാൽ എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കും. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങൾ. അപ്പം അത്തരം പാർട്ട്ണർഷിപ്പ് നമ്മൾ ആദ്യം പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫാക്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ആരോഗ്യത്തിന് അത് നന്നായിട്ട് എഫക്ട് ചെയ്യും. മനസ്സിലാവണ്ട ഞാൻ അങ്ങനെ പറഞ്ഞു പോകുമ്പോ കുറച്ച് ഫാസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ 30 പോയിന്റ് ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഇങ്ങനെ ഇതാക്കണത്. എഴുതിയിരിക്കുകയാണെങ്കിൽ നല്ലതാ. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് എൻ്റെ. അല്ലെങ്കിൽ ഇതില്ലേ നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ബുക്ക്, അതിൽ നിന്ന് എടുത്താണ്. അത് വായിച്ചാലും മനസ്സിലാവും. അതിൽ നിന്ന് എടുത്തതാണ് ഈ 30 പോയിന്റ്സ്. അതിലുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 പോയിന്റ്സ്. അതായത് ഫൗണ്ടേഷൻ ഓഫ് ഫെയിലിയറും പറഞ്ഞ് സൈക്കോളജിക്കൽ ബാരിയേഴ്സുമാണ്. ഇനി അതാണ് ചോയ്സ് ആൻഡ് ക്യാരക്ടർ. ഇതിൽ വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ കോഷൻ, അതായത് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്, പക്ഷെ കൂടുതൽ
നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പം അത് നമുക്ക് തന്നെ ഒരു ചങ്ങലയായി മാറും. അതായത് ഉദാഹരണം പറയാം, ഒരു കപ്പൽ ആക്ച്വലി തുറമുഖത്തിരിക്കുകയാണെങ്കിൽ അതിന് കാറ്റിനെ ബാധിക്കേണ്ട, തിരകളെ പേടിക്കേണ്ട, ആ കപ്പൽ സേഫാണ്. പക്ഷെ കപ്പൽ ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. കപ്പൽ തിരമാലകളെ ഫേസ് ചെയ്യണം, കാറ്റിനെ ഫേസ് ചെയ്യണം, എന്നിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അല്ലാതെ ഈ ഒരു കംഫർട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ തുരുമ്പ് പിടിച്ച് പോവാന്നല്ലാതെ അത് കപ്പലിനെ കൊണ്ട് വലിയ ഉപയോഗമില്ല. അതാണ് ഈ ഓവർ കോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കംഫർട്ട് സോൺ, എനിക്ക് വയ്യ ഇനിയിപ്പം അങ്ങോട്ട് പോയി, ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് അപ്പുറത്ത് കുറച്ചും കൂടി അകലെയായിരിക്കും. അപ്പം ഇനി ട്രാവലിംഗ് ഒക്കെ ചെയ്ത് അത് അവിടെ കുറച്ച് എക്സ്പോഷർ കിട്ടണതിന് പകരം ഈ അടുത്തുള്ളത് തന്നെ മതി, അങ്ങനെയൊക്കെ ഉള്ള ഒരു മനോഭാവം. അതാണ് ഓവർ കോഷൻ. പിന്നെ റോങ് സെലക്ഷൻ ഓഫ് അസോസിയേറ്റ്സ്. അതായത് ഇപ്പം നമ്മൾ ബിസിനസ്സിലോ ജോലിയിലൊക്കെ ഒരു എനർജി ഇല്ലാത്ത ലീഡേഴ്സിൻ്റെ ആണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വക നമുക്കും പെർഫോം ചെയ്യാനുള്ള ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല. നമ്മൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാൾ മികച്ച ആളുകൾ, നമ്മുടെ എൻവയോൺമെന്റ് എങ്ങനെയാണോ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെക്കാൾ താഴ്ന്ന ആളുകളുടെ കൂടെ അല്ലെങ്കിൽ ഒരു എനർജി ഇല്ലാത്ത, ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്ത, എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ കൂടെയാണ് നമ്മളുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ആയിപ്പോവും. അതല്ല, നമ്മളെക്കാൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഹെൽത്ത് എല്ലാം നോക്കുന്ന നല്ല കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ കൂടെയാണ് നമ്മളും അങ്ങനെ ആയിപ്പോകും. അതായത് നമ്മൾ ഏത് എൻവയോൺമെന്റിലാണോ അത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളുടെ കൂടെ ആയിരിക്കണം നമ്മുടെ സഹവാസം കൂടുതൽ ചെയ്യേണ്ടത്. അതെല്ലാം നമ്മുടെ എൻവയോൺമെന്റ് കുറേയൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലേസി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ നമ്മൾ ലേസി ആയി മാറും. അതായത് നന്നായി പെർഫോം ചെയ്യുന്ന നല്ല ടീമിന്റെ കൂടെയാണ് നമ്മൾ വെച്ചാൽ നമ്മളും അങ്ങനെ ആയി മാറും. പിന്നെ സൂപ്പർസ്റ്റിഷൻ ആൻഡ് പ്രെജുഡിസ്, അതായത് അന്ധവിശ്വാസം കുറെ ആളുകൾക്ക് ഉണ്ടാകും. അതായത് അജ്ഞാതയിൽ നിന്നാണ് അന്ധവിശ്വാസം ഉണ്ടാക്കുന്നത്. പിന്നെ മുൻവിധി, പ്രെജുഡിസ് എന്ന് പറഞ്ഞാൽ മുൻവിധി. ഇതിനെക്കുറിച്ച് അറിയാതെ തന്നെ ജഡ്ജ് ചെയ്യുക ശരിയാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും ക്ലോസ് മൈൻഡ്നെസ് ആയിട്ടുള്ള ആൾക്കാരാവരുത്. അതായത് ചില ആളുകൾക്ക് ഈ ആഫ്രിക്കക്കാരൊക്കെ കാണുമ്പോൾ പേടിയായിരിക്കും, ആഫ്രിക്കക്കാരൊന്നും പണിക്ക് നിർത്തണ്ട, അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മളൊരു മുൻധാരണ വെക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ അവരിൽ നല്ല ആളുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് തെളിവൊന്നും ഇല്ലാതെ മുൻധാരണയോട് കൂടിയിട്ട് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങരുത്. പിന്നെ ചില ആളുകളുണ്ടാവും, ഇന്ന് 3-ാം തീയതിയാണല്ലേ, 3 എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു നമ്പറാണ്, ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ആ പണിക്ക് ഇറങ്ങണില്ല. അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. അതിലേക്ക് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളാവാതെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. കേട്ടറിവല്ല, മറിച്ച് തെളിവുകളും വസ്തുതയാണ് വിശ്വസിക്കേണ്ടത്. പിന്നെ എപ്പോഴും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ നമ്മുടെ പാരൻസിനൊക്കെ ഉണ്ടാവും, ഇപ്പം ഈ ആളുകൾ വേണ്ട, പണിക്ക് വെക്കണ്ട, അല്ലെങ്കിൽ ഈ ആളുകളുമായിട്ട് ഇതാവണ്ട. പക്ഷെ നമ്മളെപ്പോഴും ആ ഒരു മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം. എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും എന്നുള്ള ആ ഒരു ഇതുണ്ടാവണം. അതായത് പണ്ട് ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്ന ഒരു സംഭവമാണെന്നാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ദൂരയാത്ര, അപ്പോൾ കടലിൽ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്ക് വീഴുന്നുള്ളൊരു ടെൻഷനിൽ കുറേ ദൂരയാത്രകളൊന്നും ആരും ചെയ്തില്ല. പിന്നീട് കൊളംബസിനെ പോലത്തെ ആളുകൾ ഈ പോയി വന്നപ്പോഴാണ് പുതിയ ഭൂഖണ്ഡങ്ങളൊക്കെ കണ്ടെത്തിയതും ഒക്കെ. അപ്പോൾ ആ ഒരു മുൻധാരണയെ അയാൾ തകർത്തത് കൊണ്ടാണ് ലോകം ഉരുണ്ടതാന്നുള്ളതൊക്കെ തെളിവ് പിന്നീട് വന്നത്. പിന്നെ റോങ് സെലക്ഷൻ ഓഫ് വൊക്കേഷൻ, അതായത് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നത് പരാജയത്തിന്റെ തുടക്കമാണ്. നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, നമ്മുടെ പാഷനേ അല്ല, അത്തരം കാര്യങ്ങളിൽ നമുക്ക് പിന്നെ നമ്മുടെ ഒരു ഫുൾ എഫേർട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, അതിൽ നിന്ന് പഠിക്കാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതും നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫെയിലിയറിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അത് അത്ര നല്ല. ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് നേരം ചെയ്താൽ മതി. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇൻഡിസ്ക്രിമിനേറ്റ് സ്പെൻഡിങ്, അതായത് സമ്പാദ്യശീലമില്ലായ്മ. നമ്മൾക്കെപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു നല്ലൊരു കാര്യമാണ്. ബാങ്കിൽ കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു പുതിയൊരു കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഒരു നല്ലതാണ്. അതായത് എല്ലാം ശമ്പളം കിട്ടി കംപ്ലീറ്റ് അങ്ങോട്ട് കളഞ്ഞ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നീട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് അതിൽ നിന്നും പിൻവാങ്ങും. കുറച്ച് നമ്മൾ സമ്പാദ്യശീലമുള്ള ഒരാളുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കപ്പിൽ കുറച്ച് പൈസ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും അതൊരു ഒരു ഊർജമാണ്. ലാക്ക് ഓഫ് enthusiasm, താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഫലം നൽകില്ല. അതായത് ഒരു ഉന്മേഷമില്ലാത്തൊരു ലീഡറിന്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് യാതൊരു ആവേശവും ഉണ്ടാവില്ല ആ ജോലിയിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ. അയാൾക്കോ താല്പര്യമില്ല ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ നമ്മളെന്തിനേ കഷ്ടപ്പെടണം, അയാൾ തന്നെ വരുന്നത് നേരം വൈകിട്ടാണ്, അയാൾ തന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ആ ഒരു ഇതുണ്ടാവില്ല. അപ്പം ലാക്ക് ഓഫ് enthusiasm ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇൻടോളറൻസ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള മനസ്സ് വേണം. അതായത് വൈവിധ്യങ്ങളെ അംഗീകരിക്കണം. ചിലപ്പം ഇപ്പോഴത്തെ ചില ആളുകൾക്ക് ഉണ്ടാവും, ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓൺലൈൻ പരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ എൻ്റെ ആ ഒരു പഴയ രീതി വെച്ചിട്ട് തന്നെ പോവുള്ളൂ, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ഒന്നും യൂസ് ചെയ്യാനൊന്നും മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പം നമുക്ക് നല്ല ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനസ്സ് വേണം, അതാണ് ഇൻടോളറൻസിൽ പറയുന്നത്. അപ്പൊ അതാണ് ആ ഒരു ഈ ചോയ്സ് ആൻഡ് ക്യാരക്ടറിൽ വരുന്നത്. പിന്നെ സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ പിറ്റ്ഫോൾസ്, അതിനകത്ത് വരുന്ന ഒന്നാണ് ഇൻടെമ്പർമെന്റ്സ്. അതായത് മദ്യം, മയക്കുമരുന്ന്, ഇതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. പിന്നെ അവിടെ തീർന്ന്, പിന്നെ അതും കഴിച്ചിട്ട് അവിടെ ഇരിക്കാം. അപ്പം അത് അത്തരം കാര്യങ്ങളിൽ ചെന്നുപെടാതെ അത് നമ്മളെ ഏറ്റവും വലിയ നമ്മളെ തകർക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇനബിലിറ്റി ടു കോപ്പറേറ്റ്, മറ്റുള്ളവരുമായി ഒരു ടീം വർക്കിന് തയ്യാറായിരിക്കില്ല. ടീം വർക്ക് ഇല്ലാതെ ഒരു വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മളെപ്പോഴും ഒരു ടീം വർക്കിൽ ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും എത്താൻ പോകണമെന്നില്ല. എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഞാൻ പറയുന്നത് അവരോട് കേട്ടാൽ മതി എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ ആർക്കും നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരു കോപ്പറേഷൻ എപ്പോഴും അവരുടെ അഭിപ്രായങ്ങളും ടീമിന്റെ അഭിപ്രായങ്ങളും ഒക്കെ മുന്നോട്ട് നമ്മൾ എടുക്കണം. പവർ അക്വയർഡ് വിത്തൗട്ട് സെൽഫ് എഫേർട്ട്, അതായത് ഒക്കെ ഈസി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അച്ഛൻ ചിലപ്പോൾ നല്ല പണക്കാരനായിരിക്കും, അങ്ങനെ ഈസി ആയിട്ടൊരു കമ്പനി കിട്ടി, അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ചെറുപ്പത്തിലെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും മനസ്സിലാക്കി അങ്ങനെ വളർന്നൊരു കുട്ടിയാണെങ്കിൽ ചിലപ്പം ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഈ വഴിക്ക് വരാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു കമ്പനി കിട്ടി കഴിഞ്ഞത് എന്ത് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ആ ഒരു പദവിയും ആ ഒരു ഇതൊക്കെ നശിപ്പിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണെങ്കിൽ നമുക്കത് തകരുന്നതിന്, അല്ലെങ്കിൽ ആ ഫാദറിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കി വളർന്നാണെങ്കിൽ നമ്മളത് തകരുമ്പോൾ നമുക്കതൊരു വിഷമം ഉണ്ടായിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. പക്ഷെ ഒരു കഷ്ടപ്പാടും അറിയാതെ പെട്ടെന്നൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പദവി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ അറിയുണ്ടാവില്ല. അപ്പൊ അത് തകർച്ചയിലേക്കുള്ള ഒരു മെയിൻ റീസൺ ആണ്. പിന്നെ ഇന്റൻഷണൽ ഡിസ്ഹോണസ്റ്റി, അതൊരു താൽക്കാലികമായ ഒരു ലാഭം നമുക്ക് കിട്ടുമായിരിക്കും. നമ്മൾ നുണ പറഞ്ഞെന്ന് വെച്ചോ, അത് തൽക്കാലമായിട്ട് നമുക്ക് കിട്ടും, പിന്നെ ഈ ആളെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഇന്റൻഷണൽ ആയിട്ട് അയാൾ ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാഭം കുറച്ച് നേരത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് അവർക്ക് അയാൾ നുണ പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ ഇനി ഇയാൾ പറയണത് മൊത്തം നുണയായിട്ടാണ് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അത്തരം സ്വഭാവത്തിലേക്ക് നമ്മൾ പോകരുതെന്ന് പറയുന്നത്. ഇന്റൻഷണൽ ഡിസ്ഹോണസ്റ്റി, ഓണസ്റ്റ് ആയിരിക്കണം എപ്പോഴും. അത് എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര കയ്പേറിയ ഒരു സംഭവമാണെങ്കിലും ഇന്റൻഷണൽ ഡിസ്ഹോണസ്റ്റി ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഈഗോട്ടിസം ആൻഡ് വാനിറ്റി, ഞാനെന്ന ഭാവം.
ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു മെന്റാലിറ്റി നമ്മുടെ വിവേകത്തെ നശിപ്പിക്കും. എപ്പോഴും ഞാനാണ് ഇവിടുത്തെ ബോസ്, ഞാൻ പറയണ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ആ ഒരു കുറച്ചൊക്കെ ആ ഒരു ഇതുണ്ടെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവരുടെ കുറച്ചൊന്ന് എംപത്തറ്റിക് ആവാനൊക്കെ ഉള്ളൊരു മെന്റാലിറ്റി നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. പിന്നെ ഗസ്സിങ് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ്. നമ്മളെപ്പോഴും ഗസ് ചെയ്യാണ്, ശരിക്കും ആലോചിച്ചിട്ടായിരിക്കില്ല ഒരു കാര്യം ചെയ്യണ്ടാവുക. ഗസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ ആദ്യം ചിന്തിച്ചെടുക്കണം തീരുമാനങ്ങൾ. നമ്മൾ വെറുതെ ഗസ് ചെയ്തിട്ട് അത് ചെയ്യേണ്ട, ആ ഒരു ഓർഡർ എടുക്കണ്ട. ഗസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഫെയിലിയർ ആണ്. നമ്മൾ ശരിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ വിജയിക്കൂ. പിന്നെ വരുന്നതാണ് ലാക്ക് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ കയ്യിൽ ഒരു ആവശ്യത്തിനുള്ള പണം ഇല്ലാതെ നമ്മൾ സീറോന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് ആ ഒരു ചിലർക്കൊക്കെ വിജയിക്കായിരിക്കും. പക്ഷെ 98% ആളുകൾക്കും അത്തരം കാര്യങ്ങൾ, എന്തൊരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അതിനൊരു ബാക്കപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഫാസ്റ്റായോ? ഞാൻ കുറച്ച് ഫാസ്റ്റ് 30 പോയിന്റ്സ് പറഞ്ഞു വെക്കാണ്ട്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട് മാം. അപ്പം 30 പോയിന്റ്സ് ആയി. ഇതിൽ നമുക്ക് എന്താണ് നമ്മുടെ സോഷ്യൽ, അതിന്റെ ഫുൾ എന്തായിരുന്നു പറഞ്ഞ? സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ പിറ്റ്ഫോൾസ്. ഓക്കെ, താങ്ക് യു. അപ്പം എന്താണ് നമ്മളെ തടയുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഫെയിലിയേഴ്സിൽ നിന്ന് നമുക്ക് നമ്മൾ തന്നെ രക്ഷിക്കാം. മറ്റൊരാളുടെ ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മളെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു 30 പോയിന്റ്സ് നമ്മൾ തന്നെ അനലൈസ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളാണല്ലോ, അതിന് നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ ഫെയിലിയറിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരു കൗൺസിലിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമുക്ക് തന്നെ നമ്മളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം AI-യും ജെമിനായും ChatGPT എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ഈ ഒരു 30 പോയിന്റ്സിൽ എനിക്കുള്ളതാണല്ലോ ഇത് എന്ന് മനസ്സിലാക്കി അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് അതിനെങ്ങനെ മാറ്റാമെന്ന് നമ്മൾ തന്നെ തീരുമാനം എടുത്താൽ നമുക്ക് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വിജയം എന്ന് പറയുന്നത് അതൊരു ലക്ഷ്യം മാത്രമല്ല, അതൊരു യാത്രയാണ്. ഒരുപാട് പ്രയാസങ്ങൾ നമുക്കിടയിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. അതിനെ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ പ്രശ്നം, മറ്റുള്ളവരിൽ മാത്രം പ്രശ്നം കണ്ടെത്താതെ നമ്മൾ അതിനെ മറികടന്ന് നമ്മൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം. അതിനങ്ങനെ ഒരു പ്രായഭേദം അങ്ങനെയൊന്നുമില്ല. ഒരുവിധം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ 50s കഴിഞ്ഞിട്ടായിരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള മിക്ക ആളുകളും. അതുവരെ ലൈഫിൽ കുറേ പാഠങ്ങൾ, വിജയങ്ങൾ, ഇതുപോലെ ഫെയിലിയേഴ്സിന്റെ പാഠങ്ങൾ പഠിച്ച് പിന്നീടായിരിക്കും അവർ വിജയിക്കുന്നുണ്ടാവുക അനുഭവത്തിലൂടെ. അപ്പം ആർക്കെങ്കിലും പറയാനുണ്ട്? സൂസൻ മാം. വെരി ഗുഡ് മോർണിംഗ്. നല്ലൊരു റിഫ്ലക്റ്റീവ് സെഷൻ ആയിരുന്നു. കാരണം ഇത് മിക്കവാറും എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഇറ്റ്സ് ഫോഴ്സിങ് എവ്രി വൺ ടു ജസ്റ്റ് സിറ്റ് ആൻഡ് തിങ്ക് ആൻഡ് റിഫ്ലക്ട്. ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ പെട്ടുകിടക്കുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും ആൻഡ് വി ക്യാൻ ഇംപ്രൂവ് അവർ സെൽസ്. അപ്പൊ അതൊരു രാവിലെ തന്നെ നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. കേൾക്കുമ്പോൾ ആദ്യമേ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു 30 പോയിന്റ്സ്, അത് കുറെ ഏറെ ഉണ്ടല്ലോ കവർ ചെയ്യാൻ എന്ന് ചിന്തിച്ചു കണ്ടപ്പം. പക്ഷെ വെൻ യു ടോക്ക് അബൌട്ട് ഇറ്റ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഈ പ്രോക്രാസ്റ്റിനേഷൻ, അത് മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണല്ലോ. നമ്മൾ പിന്നെ ചെയ്യാം. കാരണം നമ്മുടെ ബ്രെയിൻ തന്നെ അങ്ങനെയാണല്ലോ. നമ്മളെ മടിയിലേക്ക് വിടാനും ബ്രെയിനിന് ഇഷ്ടമാണ്. കാരണം കൂടുതൽ വർക്ക് ചെയ്യണ്ടല്ലോ. അപ്പം സൈക്കോളജിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. പിന്നീട് ചെയ്യാം എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. ഐ എം ഷുവർ ദാറ്റ് എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കാം. അതായത് ഒരു 5 minute റൂൾ എന്ന് പറയും. അത് നമ്മൾ ഏത് കാര്യവും ചെയ്യാൻ മടിയുള്ള ഒരു കാര്യമാണെങ്കിൽ
നമ്മൾ തന്നെ തീരുമാനിക്കുക, ഓ സാരമില്ല, ഞാനൊരു 5 മിനിറ്റ് ചെയ്യാം, മുഴുവൻ ചെയ്യും, ഞാനിത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് ആയാലും ഡു എന്ന് ചിന്തിച്ച് നമ്മൾ തന്നെ ആ ഒരു ഡിസിഷൻ എടുത്ത് നമ്മളത് ഒരു 5 മിനിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ chances are very high that you will continue it for more time. So that is a technique to get out of procrastination. 5 minute rule എന്ന് പറയുന്നത്. Stick to that 5 minutes. 5 minutes will automatically most of the time നമ്മൾ അതിൽ കുറച്ച് നേരം കൂടെ നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു 10-20 മിനിറ്റ് അതിനകത്ത് വർക്ക് ചെയ്തെന്നിരിക്കും. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. എനിവേ പിന്നെ ലാക്ക് ഓഫ് ഡിസിഷൻ ആണ്. ഈ ഒത്തിരി കാര്യങ്ങൾ ക്യാൻ ബി ടൈ ടു ലാക്ക് ഓഫ് ഡിസിഷൻ. കാരണം ഏത് കാര്യത്തിനും നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസിഷനിൽ കൂടെ ആണല്ലോ അതിലേക്ക് വരുന്നത്. അപ്പൊ ലാക്ക് ഓഫ് ഡിസിഷൻ ഇസ് സംതിങ് ദാറ്റ് ഈ 30 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒത്തിരി കാര്യത്തിന് ഒരു ഡിസിഷൻ എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ 5 മിനിറ്റ്സ് എന്നുള്ളത്, 5 മിനിറ്റ്സിൽ നമുക്കത് ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷനാണ് അവിടെ വരുന്നത്. അപ്പം ടേക്കിംഗ് ഡിസിഷൻ ഈസ് സംതിങ് ദാറ്റ് വി ഓൾ ഹാവ് ടു വർക്ക് ഓൺ. നമ്മള് യു ആർ ഓൾസോ ടോക്കിംഗ് അബൌട്ട് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി ഡിസിഷൻ എടുക്കാനായിട്ട്, ആ ഡിസിഷൻ എടുത്തുകൊണ്ട് എന്താണ് നമ്മളെ വളർത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എന്താണ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതിനകത്ത് നിന്ന് മാറി നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും. വി ജസ്റ്റ് ഹാവ് ടു പുട്ട് ദാറ്റ് എഫേർട്ട് ഇൻ ആൻഡ് മേക്ക് ദാറ്റ് ഡിസിഷൻ ടു ഗോ ഫോർവേഡ് വിത്ത് ദാറ്റ്. എനിവേ വെരി ഗുഡ് സെഷൻ. കുറേയേറെ പോയിന്റ് കവർ ചെയ്തു. ബട്ട് ലൈക്ക് ഐ സെഡ്, ഇറ്റ് ഇസ് നോട്ട് ഒരു വലിയ മലമറിക്കുന്ന വലിയ സംഭവം. നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് റിയലി ഹാപ്പൻസ് ഡെയിലി ഇൻ അവർ ലൈഫ്സ് ആൻഡ് വി ക്യാൻ കറക്റ്റ് ഓൾ ദോസ് തിങ്സ്. ഇപ്പൊ ഈ സൂപ്പർസ്റ്റിഷന്റെ കാര്യം പറഞ്ഞു, അതൊക്കെ സൂപ്പർസ്റ്റിഷൻ അല്ല പ്രെജുഡൈസ്. അപ്പൊ അത് രണ്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കോമൺ ആയിട്ട് നമ്മൾ വരുത്തുന്ന സംഭവങ്ങളാണ് അതൊക്കെ. അതിനകത്തു നിന്നൊക്കെ മാറി നിൽക്കുക. അതുപോലെ മറ്റേ ലാസ്റ്റ് പറഞ്ഞില്ലേ, സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ സംതിങ് യു സെഡ്, പിറ്റ്ഫോൾസ്. യാ, അപ്പൊ ആ പിറ്റ്ഫോൾസിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ഒക്കെ ഏത് കാര്യത്തിനും വി ജസ്റ്റ് ഹാവ് ടു ടേക്ക് ദാറ്റ് decision and go forward. Okay, so thank you very much. Well presented and congratulations. Okay, Thank you, ma'am. Thank you. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, യു സെഡ് യു ആർ ഇൻ UAE. എവിടെയാണ്? പ്രശ്നം ഭയങ്കരമാണല്ലോ അവിടെ നടക്കുന്നേ. ഭയങ്കര എന്ന് പറഞ്ഞാല് ഇന്നലെ രാത്രി നമ്മളങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ കേൾക്കും, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെന്നെ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് കളയാണ്, വീഴാൻ അനുവദിക്കുന്നില്ല മിസൈൽസ്. എന്തെല്ലാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് മെസ്സേജ് അലേർട്ടൊക്കെ വരും സേഫ് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അബുദാബി. എന്റെ മോള് ബഹ്റൈനില. അപ്പൊ അതൊരു കൊച്ചു കൺട്രി ആണല്ലോ അത്. അപ്പൊ അവളുടെ തൊട്ടടുത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു. നമുക്കത് കാണുമ്പോൾ പേടിയാ. വളരെ അടുത്ത് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ഉറങ്ങിയിട്ടില്ല, കാരണം അവിടെ ലിവിംഗ് റൂമിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സൈറൻ കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കുകയും ആ ഒരു ബുദ്ധിമുട്ടില്ല, എപ്പോഴും ഓണരും. അപ്പൊ അതുകൊണ്ട് വലിയൊരു not an easy thing to go through. Good morning. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഖത്തർ ബഹ്റൈനാണ്, മാരോ ഖത്തറിലാണ്. അവിടെ തൊട്ടടുത്താണ് മിസൈലൊക്കെ വീണെടുക്കുന്നത്. എന്തായാലും അവരൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. ബഹ്റൈന് ഖത്തറാണ് ഏറ്റവും കൂടുതൽ കൈകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തെല്ലാരും. അതെ, പേടിക്കേണ്ട, ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം സമാധാനം പാലിക്കാണ്. സമാധാനപരമായിട്ട് മുന്നോട്ട് പോട്ടെ. അതെ. സ്കൂൾ ഇനിയിപ്പോ ബുധനാഴ്ച വരെ ഒന്നും ഇല്ല. സ്കൂൾ ഇവർക്കൊക്കെ എക്സാം, എന്റെ കുട്ടികൾക്കൊക്കെ എക്സാം ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു രാജ്യത്തിനോടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് നമ്മളെ മുന്നോട്ട്. കാരണം ഷെയ്ഖ് മുഹമ്മദ് ശരിക്കും ഒരു റൂളർ മാത്രല്ല, നമുക്ക് നമ്മളെ ഫാദർ ലവ് ആണ് ശരിക്കും ആ റൂളറിനോട് നമുക്ക് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമുക്ക് എപ്പോഴും ഉള്ളത്.
ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സേഫ് ആയിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരുന്നത്. അങ്ങനെ ഭയങ്കരമായ പേടിയൊന്നുമില്ല. പിന്നെ ട്രസ്റ്റ് നമുക്ക് ഒരാളത് വരും, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എവിടെ പോയാലും അതെ അതെ പേടിച്ചിരുന്നോണ്ട് ഇപ്പൊ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ധൈര്യം മുന്നോട്ട് പോവാ. അതെ അതെ. നമുക്കൊന്നും ഉറക്കന്നല്ലേ, തീരെ ഉറങ്ങിയില്ല രാത്രി. പേടിയാവും അതെ അങ്ങനെ. അതെ ശരിയാട്ടെ. ശരിയാവട്ടെ ഇൻഷാ അല്ലാ. സമയം പോയോ? സമയം പോയോ? ഞാനിവിടെ ഉണ്ട്, ഞാനുണ്ട്. പറഞ്ഞു കേട്ടോ. അല്ല മാം നമ്മളിത് ശരിക്കും ഒരു ധൈര്യമാണ്. അതെ ഓ ധൈര്യത്തിന്റെ ആവേശമാണ്. ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താ ക്ലാസ്സിൽ കാണാഞ്ഞപ്പോഴേ. സാറ്റർഡേസ് എന്റെ ഡേ ഓഫാ. അതെ അതെനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പള്ളിയിൽ പോകുന്ന ദിവസം ആയതുകൊണ്ട്, ചർച്ചിൽ പോകുന്ന ദിവസം. ശരിക്കും സൺഡേ ആണ് പള്ളി പോകുന്നത്, പക്ഷെ ഞാൻ ഐ ഹവ് സെലക്ടഡ് ടു ഗോ. 2 ദിവസം ഉണ്ട്, സാറ്റർഡേയും സൺഡേയും കുർബാനയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഐ ചൂസ് ടു ഗോ ഓൺ സാറ്റർഡേ ഫോർ ടെക്നിക്കൽ റീസൺസ് കൊണ്ട്. അതാണ് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സാറ്റർഡേസ് എന്റെ ഡേ ഓഫ് ആണ്. ഐ മിസ് ഇറ്റ് ദോ. പക്ഷെ ഐ മേക്ക് ആസ് മച്ച് ആസ് ഐ ക്യാൻ ഹെൽപ്പ് ഇറ്റ്. ആ സെയിം ദിവസം തന്നെ ഞാനത് കേൾക്കാൻ ശ്രമിക്കും. സോ ദാറ്റ് ഐ ക്യാൻ. യെസ്, താങ്ക് യു. അപ്പൊ നമുക്ക് നിർത്താലോ അല്ലേ? ആണെന്ന് തോന്നുന്നു. ആരെങ്കിലും JK വരുന്നുണ്ട്. ഓക്കെ, ആ ബുക്കിന്റെ പേര് ഏതായിരുന്നു പറഞ്ഞ മാം? പറഞ്ഞ ഏത് ബുക്ക്? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അതിലുള്ള ബുക്കൊന്നും വായിക്കുന്നതൊന്നും അറിയത്തില്ല. അത് എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള വലിയൊരു ആഗ്രഹം, ബുക്സ് വായിക്കണമെന്നുണ്ട്. ഞാനൊക്കെ ചോദിച്ചു വെക്കും, എപ്പോഴെങ്കിലും ജീവിതത്തിൽ തുടങ്ങാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട്. അതാണ് പ്രോക്രാസ്റ്റിനേഷൻ. ഒരു അതെ പേജ് അതെ വെച്ച് കറക്റ്റ്. ഒരു ദിവസം അതാണ് procrastination, do the 5-minute rule. ഏതായാലും 2-3 പേജ് ഞാൻ വായിക്കുമെന്ന് തീരുമാനിക്കുക, പിന്നെ ആ 2-3 പേജ് വിൽ ബിക്കം എ ചാപ്റ്റർ. സത്യം ഞാൻ അത് നോട്ട് ചെയ്ത് മാം പറഞ്ഞു 5 minute rule will be very effective. Yes. It works, കേട്ടോ. It does work. So try it. Sure. Yes. ഷാന, എന്ത് എനിക്ക് കാര്യം sorry. Go ahead. Carry on. എന്ത് കാര്യം നമ്മൾ എടുക്കുമ്പോൾ ആദ്യം ഒരു മല പോലെ കണ്ടിട്ട് അതിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കും നമ്മൾ. അതാണ് ഇതിന്റെ ഒരു കുഴപ്പം. ഓരോ സ്റ്റെപ്പ് ഞാൻ പറയാൻ വന്നതേ ഒരു സജഷൻ. ഇഫ് യു ഹാവ് ഒരു 30 പോയിന്റ്സ് എന്ന് പറഞ്ഞില്ലേ, ഇഫ് യു ഹാവ് ദാറ്റ് റിട്ടൺ ഡൗൺ, അത് അതിന്റെ കോപ്പി എടുത്ത് ഈ ഗ്രൂപ്പിൽ ഇടുക. സോ ദാറ്റ് വേ എല്ലാവർക്കും അത് കാണാൻ പറ്റുമല്ലോ. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിൽ അത് റിഫ്ലക്ട് ചെയ്യാൻ എളുപ്പമാവും. സോ ഞാനിപ്പോ ഇവിടെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു, പക്ഷെ എന്നാലും വട്ട് എവർ ഇറ്റ് ഈസ്, ഇഫ് യു ഹാവ് എ ലിസ്റ്റ് ഓഫ് ഇറ്റ്, ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ എവരിബഡി. വെരി ഗുഡ്. സോ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും വേണ്ട, ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ആ ഹെഡിങ് അത് കണ്ടാലേ, 30 പോയിന്റ്സ് കണ്ടാലേ പീപ്പിൾ ക്യാൻ റിഫ്ലക്ട്. അതെ അത് എഴുതി വെച്ചിട്ട് നമ്മൾ അതിനെപ്പോഴും ചെക്ക് ചെയ്യണത് ഒരു നല്ലൊരു കാര്യമാണ്. അത് എഴുതി വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചാലേ നമ്മളത് കണ്ണോടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓർമ്മ വരും. ഓ ശരിയാണല്ലോ. ഓർമ്മ വരും. അതെ. എന്തുകൊണ്ടാണ് അത് എത്താത്തതെന്നുള്ളതിന് ഉള്ള റീസൺ അതിൽ തന്നെ ഉണ്ടാവും. ഞാൻ എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആവാത്തത്, ഈ എക്സാം എന്താ ഞാൻ പാസ് ആവാത്ത, അതിനുള്ള റീസൺ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. എന്നെങ്കിലേ നമുക്ക് അത് കറക്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോ കിട്ടിയില്ലേ? താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ബുക്ക് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് വായിച്ചിട്ടുണ്ട്. അപ്പൊ അതില് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ 500ഓളം സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസിനെ 20 വർഷത്തോളം നിരീക്ഷിച്ചിട്ട് അവരുടെ ഈ വിജയരഹസ്യങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് ഈ നെപ്പോളിയൻ ഹിൽ ഈ ബുക്ക്. അവരുടെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ബുക്കില്. നല്ല ബുക്കാണ് സംഭവം. ഞാൻ കുറച്ച് വായിച്ചിട്ടുള്ളൂ. 30 പോയിന്റ്സ് ഇതിലുണ്ടാവില്ലേ? സോറി, സജിനി മാം ആണല്ലേ? എന്റെ കയ്യിൽ ആ ബുക്കിന്റെ ഒരു PDF ഉണ്ട്, ഞാൻ വേണേ ഗ്രൂപ്പിൽ ഇപ്പൊ ഷെയർ ചെയ്തേക്കാം. നല്ല കാര്യം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പക്ഷെ ഫുൾ ബുക്ക് അല്ല, അതിനെ സമ്മറൈസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അത് വായിച്ചാൽ പ്രത്യേകം കിട്ടും. എക്സാക്ട്ലി, ദാറ്റ്സ് ഗുഡ്. വെരി ഗുഡ്. നല്ലത്. വായിക്കാൻ ടൈമില്ലാത്തവർക്കൊക്കെ അത് വായിക്കാലോ. അതാരാണ് പറഞ്ഞത്? ഞാൻ കണ്ടില്ല ആരാ ബുക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞത്. അനസ് സർ. ഓക്കെ. താങ്ക് യു അനസ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും
പറയാനുണ്ടോ? അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അല്ല, അഡ്മിൻ എന്നാ ആ. പറയുന്നു? അതെ അതെ, വൈൻഡപ്പ് ചെയ്യാൻ ആർക്കും പറയാനില്ലെങ്കിൽ യെസ് യെസ്. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. എല്ലാവർക്കും ഒരു പീസ്ഫുൾ ആയിട്ട് ഒന്ന് ചിന്തിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കട്ടെ. ഇതിനെപ്പറ്റി ഓർത്ത് വെറി ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻ ഒന്നും ഉണ്ടാവത്തില്ല. ബട്ട് ഓൾ വി കൻ ഡു ഇസ് പ്രേ ആൻഡ് സമാധാനം ഉണ്ടാവാനായിട്ടും ഡിസിഷൻ എടുക്കുന്നവർക്ക് റെക്ലെസ് ആയിട്ട് ഡിസിഷൻ എടുക്കാതെ നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ടും സമാധാനം തിരിച്ചു കൊണ്ടുവരാനായിട്ടും ഒക്കെ സാധിക്കട്ടെ. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ആൻഡ് ഹാവ് എ ഗുഡ് ഡേ എവരിവൺ. Thank you. Thank you, Thank you. ma'am. Bye. And thank you all. Thank you.